ദശാബ്ദങ്ങളായി തുടരുന്ന പലസ്തീൻ ഇസ്രയേൽ സംഘർഷം ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഈ മണ്ണിൽ സമാധാനം തേടുന്ന ഒരു ജനതയുടെ ദീർഘകാല പോരാട്ടത്തിന്റെ വേദനാജനകമായ ചരിത്രം കൂടിയാണിത്. ഗാസയെ പോലുള്ള പ്രദേശങ്ങളിൽ നിരന്തരമായ യുദ്ധങ്ങളും വെടിനിർത്തൽ ലംഘനങ്ങളും സാധാരണമാണ്. വെള്ളം, ഭക്ഷണം, മരുന്ന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന കടുത്ത മാനുഷിക പ്രതിസന്ധിയിലൂടെയാണ് പലസ്തീനുകൾ കടന്നുപോകുന്നത്. ആയിരക്കണക്കിന് നിരപരാധികളായ സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടും സ്വത്തും നഷ്ടപ്പെടുകയും ചെയ്ത ഈ രാഷ്ട്രത്തിന് സമാധാനം എന്നത് വിദൂര സ്വപ്നമായി മാറുകയാണ്. പുതിയ വെടിനിർത്തൽ കരാറും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ധാരണയും സംബന്ധിച്ച് ഇസ്രയേലും ഹമാസും ഖത്തറിൽ നടത്തി വന്നിരുന്ന ചർച്ചകൾ തകർച്ചയുടെ വക്കിലാണെന്ന പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചർച്ചകളെക്കുറിച്ച് അറിവുള്ള പലസ്തീൻ ഉദ്യോഗസ്ഥരാണ് ഈ വിവരം പുറത്തുവിട്ടത്. കഴിഞ്ഞ ആഴ്ച മുതൽ നടന്നു വന്നിരുന്ന മാരത്തൺ ചർച്ചകൾ ഫലം കാണാതെ വരുന്നത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മാറും. ചർച്ചകളുടെ വിശദാംശങ്ങളുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ അതീവ ആശങ്കാജനകവുമാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനവും ചർച്ചകളുടെ ഗതിയെ സ്വാധീനിച്ചതായി പലസ്തീൻ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ട്. ഈ സന്ദർശന വേളയിൽ ഇസ്രയേൽ സമയം വാങ്ങുകയായിരുന്നു എന്നും പ്രധാന തർക്ക വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ യഥാർത്ഥ അധികാരമില്ലാത്ത ഒരു പ്രതിനിധി സംഘത്തെയാണ് ദോഹയിലേക്ക് അയച്ചതെന്നും ഒരു മുതിർന്ന പലസ്തീൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി.